പത്മോസിൻ്റെ സാഹചര്യങ്ങളെന്ന് പറയുന്നത് വളരെ ഭീമത്സമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. അവിടെ മരണമാണുള്ളത്, അവിടെ തളർച്ചയും തകർച്ചയുമാണ്, നിരാശയാണ്. അതിനകത്ത് നമ്മൾ പെട്ടുകഴിഞ്ഞാൽ അവിടെ കഴുകന്മാരുണ്ട്, ശവന്തീനികളായ കഴുകന്മാരുള്ള കാര്യം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അവിടെ ഒരിക്കലും യോഹന്നാനെ കൊണ്ടിട്ടിരിക്കുന്നത് ജീവിച്ച് സന്തോഷമായി അടിച്ചു പൊളിച്ച് ജീവിക്കാനല്ല, അവിടെ വെച്ച് മരിക്കണമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. പക്ഷേ ദൈവദാസൻ പറയുന്നത് കർത്താവിൻ്റെ ദിവസമാണിതെന്ന്. നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ വളരെ പ്രതികൂലമായിരിക്കാം, പലതും നമ്മുടെ മുമ്പിൽ ഭീമത്സമായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ വെളിപ്പാടുള്ളവന് ആ ദിവസം കർത്താവിൻ്റെ ദിവസമായിരിക്കും. നമ്മൾ എങ്ങനെയാണ് സാഹചര്യങ്ങളെ കാണുന്നത്, നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളെ കാണുന്നത്? ആ സാഹചര്യങ്ങളെ, ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊന്നും നോക്കാതെ യോഹന്നാൻ പറഞ്ഞു, ഈ പ്രതികൂലമായ മരണം വരിക്കുന്നതിന് വേണ്ടി എനിക്ക് വേണ്ടി ഒരുക്കിയ ഈ ദ്വീപ്, ഹല്ലേലൂയ, എനിക്ക് കർത്താവിൻ്റെ ദിവസമായി. ദൈവം എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ചെയ്യാത്തൊരു കാര്യം, ഇതുവരെ വെളിപ്പെടാത്തൊരു കാര്യം, ഇന്നുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതും കേട്ടതിനേക്കാളും വലിയ ഒരു ദൈവപ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഇത് കർത്താവിൻ്റെ സീസണാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടാനുള്ള ഒരു സാഹചര്യമാണിതെന്ന് വിശ്വസിക്കാൻ തയ്യാറുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്?